ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ദ ഡിബേറ്റ്. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 10ലും വിജയിച്ചത് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തുടരുകയാണ് രാഹുലും കൂട്ടരും. ലോക്സഭയിലെ ഇന്ത്യ മുന്നണിയുടെ പ്രകടനത്തെ പ്രതിരോധിക്കാൻ എല്ലാ ജൂൺ 25-നും അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുമെന്ന് NDA. ജൂൺ 4 മോദി മുക്ത ദിനമെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസ്. പാർലമെന്റിന് പുറത്തും പോരാട്ടം കനക്കുമ്പോൾ ചോദ്യമിതാണ്: പേടിപ്പുറത്തോ പ്രതിരോധം? ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം. 10 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി ജയിച്ചു. 2 ഇടത്ത് മാത്രമാണ് NDAക്ക് ലീഡ്. ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് 9399 വോട്ടിന് ജയിച്ചു. നാലാഗഡ് മണ്ഡലത്തിൽ 8990 വോട്ടിന് ജയിച്ചു. ഉത്തരാഖണ്ഡിൽ ബദ്രീനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസ് 5224 വോട്ടിന് ജയിച്ചു. മംഗളൂരു മണ്ഡലത്തിൽ കോൺഗ്രസ് 422 വോട്ടിന് ജയിച്ചു. ബംഗാളിൽ റായ്ഗഞ്ച് മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് 50077 വോട്ടിന് ജയിച്ചു. രണഘട്ട് ദക്ഷിണ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് 39,048 വോട്ടിന് ജയിച്ചു. ബാഗ്ദ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം 33,455 വോട്ടിന്. മണിക്തല മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം 62,312 വോട്ടിന്. തമിഴ്നാട്ടിൽ വിക്രവണ്ടി DMKയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതും 67,757 വോട്ടിന്. പഞ്ചാബ് ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് 37,325 വോട്ടിന്. ഹിമാചൽ പ്രദേശ് ഹാമിർപൂർ മണ്ഡലത്തിൽ BJP 1571 വോട്ടിനും മധ്യപ്രദേശിൽ അമർവാര മണ്ഡലത്തിൽ 3027 വോട്ടിനും വിജയിച്ചു. ബീഹാറിൽ രുപൌലി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 8246 വോട്ടിന്റെ വിജയം. ഇതാണ് 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലസൂചന. ഈ ഫലസൂചന പുറത്തു വരുമ്പോഴും ഇന്ത്യ മുന്നണി ലോക്സഭയിൽ ആവർത്തിച്ച വിജയം തുടരുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മളുടെ ചോദ്യം: ആത്മഹത്യാ ദിനമായി ജൂൺ 25-ഉം അതിന് പ്രതിരോധം തീർക്കാൻ ജൂൺ 4 മോദി മുക്ത ദിനമായും കോൺഗ്രസും ആചരിക്കുന്നതിലെ രാഷ്ട്രീയ പോരാട്ടവും രാഷ്ട്രീയ സൂചനയും എന്താണ്? രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ 25 മുതൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് തിരിച്ചടിച്ചു കോൺഗ്രസ്. ജൂൺ 4 മോദി മുക്തി ദിനമാണെന്നും ഭരണഘടനയ്ക്കും അടിയന്തരാവസ്ഥയുമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങൾ. അതിഥികളായ നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ആനന്ദ് കൊച്ചുകൂടി മാധ്യമപ്രവർത്തകർ എന്നിവർ ചേരുന്നു. ആദ്യം രാജു പി നായരിലേക്ക്. രാജു പി നായർ, ഇത് ഭരണഘടനാ ഹത്യാ ദിനമായി ജൂൺ മാസം 25-ാം തീയതി ആചരിക്കുമെന്നുള്ളത് കോൺഗ്രസിന് മറികടക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധമാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടാക്കിയ നെറേറ്റീവ്, ആ നെറേറ്റീവ് ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ വെറുതെ ആ പോക്കറ്റ് ബുക്ക് എടുത്ത് മേളിലേക്ക് കാണിച്ചതല്ല, മറിച്ച് 2 വർഷമായിട്ട് ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അനീതി, ആ അനീതി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടെ വർഗീയമായി വിഭജിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ എല്ലാവർക്കും നീതി എന്നുള്ളത്, അത് എക്കണോമിക് നീതി, അതുപോലെ തന്നെ സാമൂഹികമായ നീതി, സാമ്പത്തികമായ നീതി, സാമൂഹികമായ നീതി, രാഷ്ട്രീയമായ നീതി, ഈ 3 നീതിയും മുന്നിൽ വെച്ചുകൊണ്ടാണ് 2 യാത്രകൾ കടന്നുപോയത്. ആ 2 യാത്രയിൽ പ്രചരിപ്പിച്ചത് മുഴുവൻ ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രവും ഈ തെരഞ്ഞെടുപ്പിലുള്ള നറേറ്റീവുമായിരുന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് എത്രമാത്രമാണ് BJPയെ ഉലച്ചത് എന്നുള്ളത് ഇന്നലെ നടന്ന ഈ പ്രഖ്യാപനത്തോടെ മനസ്സിലാവും. ഇത്ര വലിയൊരു പരാജയം നേരിട്ടതിനു ശേഷം BJPക്ക് ഭരണഘടന ഉയർത്തിപ്പിടിച്ച പ്രതിരോധത്തെ മറികടക്കാൻ, അരുൺകുമാർ എന്നോട് ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നുണ്ട്. BJPക്ക് ആ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനി നോക്കൂ, സാങ്കേതികമായി നോക്കൂ, എമർജൻസി, അടിയന്തരാവസ്ഥ നമ്മൾ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അതിൽ തെറ്റ് സംഭവിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തന്നെ 1978-ൽ യവത്മാൽ വെച്ച് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ച കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ളത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അവർ തന്നെയാണ് ആ അടിയന്തരാവസ്ഥ പിൻവലിച്ചതും. പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്
ഭരണഘടനയുടെ തന്നെ 352 വകുപ്പിലൂടെയാണ്. അതല്ലാതെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടല്ല. ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. മറ്റ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ നമുക്കറിയാം സൈനിക കൂവാണ്, മിലിറ്ററി കൂവിലൂടെയാണ് ഭരണങ്ങളെ അട്ടിമറിക്കുന്നത്, ഭരണഘടനയെ അട്ടിമറിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഉപയോഗിച്ചത് ഭരണഘടനയുടെ തന്നെ ഒരു പ്രൊവിഷനാണ്. അത് ഉപയോഗിക്കണമായിരുന്നോ എന്നുള്ളത് പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ആ ഒരു ആർട്ടിക്കിളിനെ ഉപയോഗിച്ചത് ഒരു സർക്കാരാണ്. സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണ്. 1950 മുതൽ ഇന്ന് ഇവിടെ വരെ ഈ 2024 വരെ നിൽക്കുന്ന സർക്കാരുകൾ തുടർച്ചയാണ്. ഒരു സർക്കാരിന്റെ തീരുമാനത്തെ മറ്റൊരു സർക്കാർ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നാളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, സാമ്പത്തിക അടിയന്തരാവസ്ഥയായിരുന്ന നോട്ട് നിരോധനത്തെ, ആ നോട്ട് നിരോധനം പ്രഖ്യാപിച്ച നവംബർ 8-നെ ഞങ്ങൾ മറ്റൊരു ദിനമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഒരു പേര് വെച്ചുകൊണ്ട് ആ ദിനത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിജീവിക ഹത്യാ ദിവസം എന്ന് ആചരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. നവംബർ 8-ാം തീയതി 2016 ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിജീവിക ഹത്യാ ദിവസമായി ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, അരുണ് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറയുന്നത് ട്വീറ്റിലുള്ളതാണ്. ഒരു BJP പ്രഖ്യാപിച്ചോട്ടെ. അല്ലല്ല, അരുൺ അതിന്റെ വ്യത്യാസം മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞാൻ പറയുന്നത് സർക്കാരിനെ കുറിച്ചാണ്. ഒരു സർക്കാർ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ സർക്കാർ ഭരണഘടനയിലെ തന്നെ ആർട്ടിക്കിൾ 352 ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയതാണ്. ഭരണഘടനയ്ക്ക് പുറത്തുനിന്നുമല്ല എമർജൻസി ഉണ്ടാക്കിയത്, അതൊരു സൈനികമായിട്ടുള്ള പിടിച്ചടക്കലായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭരണഘടനയെ ഉള്ളിൽ നിന്ന് കഴുത്തിരിക്കുകയല്ലേ ഈ മോദി സർക്കാരും ചെയ്യുന്നതെന്നല്ലേ നിങ്ങളുടെ വാദം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ദുരുപയോഗം ചെയ്യുന്നത്, ജുഡീഷ്യറി ദുരുപയോഗം ചെയ്യുന്നത്, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതല്ലേ നിങ്ങളുടെ വാദം? അതും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്നല്ലേ BJPയുടെയും വാദം? അപ്പോൾ ആ അർത്ഥത്തിൽ അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ കാര്യമാണ്. അരുൺ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് ഒന്നും ഞാൻ കടന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മുൻ സർക്കാരുകൾ ചെയ്ത ഒരു തീരുമാനത്തെ തെറ്റോ ശരിയോ, തെറ്റായിട്ടുള്ള തീരുമാനത്തെ ആ സർക്കാർ തുടർച്ചയാണ്. ആ സർക്കാരിനെതിരെ ആചരിക്കുന്ന ഒരു ദിവസമായിട്ട് സർക്കാർ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. BJPക്ക് പ്രഖ്യാപിക്കാം. BJP പറയുകയാണ് ഞങ്ങൾ ഇനി മുതൽ BJP പാർട്ടി ജൂൺ 26 ഞങ്ങൾ ഭരണഘടന ഹത്യാ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കാൻ പോകുന്നു BJP പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി എതിർക്കാം. ഞാൻ ചോദിക്കുന്നത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഈ BJP ഇന്ന് ഭരണഘടനയും അല്ലെങ്കിൽ ഈ സർക്കാരിനെ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ വേണ്ടി ആയുധമാക്കി മാറ്റുന്നത്. നിങ്ങൾ BJP തുറന്നു വരൂ. അടിയന്തരാവസ്ഥയെ കുറിച്ച് നമുക്ക് ചർച്ച നടത്താം. എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ ഉണ്ടായി, അടിയന്തരാവസ്ഥ എങ്ങനെ പിൻവലിക്കപ്പെട്ടു, അടിയന്തരാവസ്ഥയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു സർക്കാർ ഭരണഘടനാപരമായി ഏർപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ നീക്കത്തെ തുടർന്നു വരുന്ന ഒരു സർക്കാർ കളിയാക്കിക്കൊണ്ടോ ഇകഴ്ത്തിക്കൊണ്ടോ അതിനെ വിമർശിച്ചുകൊണ്ടോ ഒരു ദിനം ആചരിക്കുന്നത് ശരിയല്ല എന്നാണ് രാജു പി നായരുടെ ആർഗ്യുമെന്റ്. ശരി, ഞാൻ ആ ആർഗ്യുമെന്റ് ചർച്ചയ്ക്കെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ അഡ്വക്കേറ്റ് VV പത്മനാഭൻ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ആനന്ദ് കൊച്ചുകൂടി, ഈ ആർഗ്യുമെന്റ് എത്രത്തോളം വാലിഡ് ആണ്? അതായത് ആർട്ടിക്കിൾ 352 ഉപയോഗിച്ച് ഭരണഘടനാനുസൃതമായി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ ആ ചെയ്തിയെ വിമർശിക്കാനും പ്രതിരോധിക്കാനും ഒപ്പം തന്നെ സമൂഹത്തിൽ താറടിച്ചു കാണിക്കാനുമായി ആ ദിനം ഒരു ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ മറ്റൊരു സർക്കാർ തീരുമാനിക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ നടപടിയെ തുടർന്നു വരുന്ന മറ്റൊരു സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് അത് ജനാധിപത്യത്തിന് ചേരുന്നതാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആനന്ദിൻ്റെ അഭിപ്രായം എന്താ? അല്ല ഡോക്ടർ അരുൺ, ഈ ഒന്നാം മോദി സർക്കാർ വന്ന സമയത്ത് നമുക്കറിയാം ക്രിസ്മസ് ദിവസം ഡിസംബർ 25 ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനം എടുത്തിരുന്നു. അത് വാജ്പേയിയുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനമാണ്. പക്ഷേ അത് പ്രധാനമായിട്ടും ഒരു ക്രിസ്ത്യൻ ഹോളിഡേ എന്നുള്ള ആ ഒരു പരിഗണന ഉള്ള ഒരു ദിവസത്തെ കുറച്ചുകൂടി വേറൊരു തരത്തിൽ അതിനെ കൊണ്ടുപോകാൻ ആണ് അന്നത്തെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം ആയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ല എന്നാണ്. ഇപ്പോൾ അത് ഈ ഗുഡ് ഗവർണൻസ് ഡേ ആചരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം
BJP ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ചും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇവിടെ കേരളത്തിലെ ആൻഡ്രൂസ് താഴത്തെ പിതാവും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടന്നത് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ ശ്രീ രാജു പി നായർ പറഞ്ഞ ആ ഒരൊറ്റ പോയിന്റ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു. അതായത് ഇപ്പോൾ ഈ ഭരണഘടന, അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ആർട്ടിക്കിൾ 302 അദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്നു, ആർട്ടിക്കിൾ 302 പ്രകാരം 52 പ്രകാരം ഈ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഒരു പ്രൊവിഷൻ വെച്ചുകൊണ്ടാണ് അന്ന് ഈ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ അന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് പൊറുക്കാൻ പറ്റാത്ത അപരാധമാണ് എന്നൊക്കെയുള്ളത് ശരിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള കാരണം പറയാനുള്ള ഒരു കാര്യം ഉണ്ട്, അതിൻ്റെ അതൊരു സാങ്കേതികത്വം ഉണ്ട്. ഇപ്പോൾ BJP അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോഴും ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന് ഉള്ളിൽ വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഉള്ളിൽ കൂടി തന്നെയാണ് BJP ഇവിടെ മറ്റ് പല വിധത്തിൽ ഭരണഘടന അട്ടിമറിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഇവിടെ കോൺഗ്രസ് നേതാക്കൾ കുറെ കാലമായിട്ട്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 ചർച്ചകൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്തു. ഒന്ന് കോൺഗ്രസിന്റെ ലിജു എന്ന നേതാവ് ലിജു, മറ്റേത് ദീപ്തി മേരി വർഗീസ്. ഇവർ രണ്ടുപേരും ഈ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചതിനെ ന്യായീകരിച്ച് കാണുന്നതായിട്ട് കാണുന്നു. ഇവിടെ ശ്രീ രാജു പി നായർ അതായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ BJPക്ക് ഇങ്ങനെ അവർ ഒരു പഴയ മുൻ സർക്കാരിൻ്റെ ഒരു പ്രവൃത്തിയെ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. അവർ എത്ര കാലമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസിനെതിരായിട്ട് അവർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കാര്യം നമുക്ക് പ്രത്യേകിച്ചും ഒരു മുൻ സർക്കാരിൻ്റെ ഒരു ചെയ്തിയെക്കുറിച്ചാണെങ്കിൽ പോലും അത് BJP പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുക. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അങ്ങനെ നൈതികതയൊന്നും വലിയ വിഷയമല്ല എന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർ തെളിയിച്ചതാണ്. അവർ ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. കോൺഗ്രസും മറ്റു പാർട്ടികൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി അതിന് തിരിച്ചും ശരിയാണ്. പക്ഷെ അനന്ത് കൊച്ചുകൂടി ഈ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ കേട്ടുകേൾവിയില്ല. തൊട്ടു മുൻപ് വന്ന സർക്കാരിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു ദിനം, ആ സർക്കാർ ചെയ്തൊരു പ്രവൃത്തിയെ സമൂഹത്തിൽ താറടിച്ചു കാണിക്കാൻ വേണ്ടി ഒരു ദിനം ആചരിക്കുന്നൊരു പതിവ് നമുക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം November 8 ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ അത് കോൺഗ്രസ് സർക്കാരാണെങ്കിൽ ഒരു അതിജീവൻ ഹത്യാ ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് ശരിയാകുമോ എന്നൊരു ഭരണഘടനാപരമായ, ജനാധിപത്യപരമായ, ധാർമ്മികമായ ചോദ്യമാണ് നേരത്തെ രാജു പി നായർ മുന്നോട്ട് വെച്ചത്. അതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരു ദിനം ആചരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? സർക്കാർ തുടർച്ചയാവുന്നു, ഒരു സർക്കാർ തെറ്റ് ചെയ്തു, പക്ഷേ ആ ദിനം ചരിത്രത്തിൽ കളങ്കപ്പെട്ട ദിനമാണെന്ന് ഒരു ദിനം വഴി മറ്റൊരു സർക്കാർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. അല്ല, അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ശ്രീ രാജു പി നായരോട് യോജിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് ന്യായീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ഇതുപോലെയുള്ള അതൊരു പാർട്ടിക്ക് സ്വീകരിക്കാം, പക്ഷേ അതൊരു സർക്കാരിന്റെ തുടർച്ചയാകുമ്പോൾ പാർട്ടിക്ക് എന്തായാലും സ്വീകരിക്കാം, പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വീകരിക്കാം. യെസ്, അത് തന്നെയാണ്. ഞാൻ ഒരു ചോദ്യം കൂടി എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് രാജു പി നായർ, ഇത് ആർട്ടിക്കിൾ 352 മാത്രമല്ല, കേരളത്തെ അടക്കം പിരിച്ചുവിടാൻ വേണ്ടി അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഉപയോഗിച്ച 356 അടക്കം സംസ്ഥാനങ്ങളെ പിരിച്ചുവിടാനുള്ള അധികാരം 100ലേറെ തവണ ഉപയോഗിച്ചൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതും ഈ ദിവസം ആചരിക്കുന്നതിലൂടെ BJP ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധികാരം കിട്ടിയാൽ എല്ലാവരും അത് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ ദ്രോഹിക്കാനും പ്രതിപക്ഷത്തെ വേട്ടയാടാനും വേണ്ടി ശ്രമിച്ചത് BJPയുടെ കാലത്ത് തുടങ്ങിയതല്ല, അത് അന്ന് തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ ആത്മഹത്യ ഈ ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാവും. അതാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസിന് ആ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ജാർഗണുകൾ ഉപയോഗിച്ചുകൊണ്ട് മറികടക്കാൻ കഴിയുമോ? BJP ആണ് ഭരണഘടനയെ ഏറ്റവും കൂടുതൽ കീറിമുറിച്ചത് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ മറുഭാഗത്ത് അവർ കാണിക്കുന്നത് 100ഓളം സംസ്ഥാനങ്ങളെ പിരിച്ചുവിട്ട ആർട്ടിക്കിൾ 356 ആണ്, 352 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചതാണ്. ഇതിനെയൊക്കെ ഈ ഓർമ്മകളെ മറികടക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കരുത്തുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഓർമ്മകൾ അവിടെ മാത്രം തീരുന്നതല്ലോ. ഭരണഘടന സംരക്ഷിക്കാൻ സംവിധാൻ ഹത്യാ ദിവസം ആചരിച്ചുകൊണ്ട് തങ്ങൾ ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്നിപ്പോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന BJP
അവരുടെ മാതൃസംഘടനയായ RSS, ജനസംഘ് ഉൾപ്പെടെയുള്ളവർ ഈ ഭരണഘടനയെ സംബന്ധിച്ച് എന്തായിരുന്നു നിലപാട്? അതും ജനങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇന്നലെ അല്ലല്ലോ ഈ സംഭവം ഉണ്ടായത്. ഈ നാട് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത്. ആ ചർച്ചയെല്ലാം നടക്കുമ്പോഴാണല്ലോ ഇന്ദിരാഗാന്ധി തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനങ്ങൾ എതിരായതിനു ശേഷം ജനതാ പാർട്ടിയുടെ സർക്കാരിനെ തെരഞ്ഞെടുത്തു. അതിനുശേഷം വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ഇന്ദിരാഗാന്ധിയെ തിരിച്ചുകൊണ്ടതല്ലോ. അപ്പോ ഈ അടിയന്തരാവസ്ഥ അനുഭവിച്ച ജനങ്ങൾ തന്നെ അതിനകത്ത് ഇന്ദിരാഗാന്ധിയെ തിരിച്ചുകൊണ്ടെന്ന ചരിത്രമുണ്ട്. ആ ചരിത്രം മറക്കാവോ? ഈ RSS കഴിഞ്ഞ ഇത്രയും 60-65 വർഷമായിട്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണത്തിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇവർ ഈ ഭരണഘടനയ്ക്ക് തന്നെ എതിരായിരുന്നു എന്നുള്ളതല്ലേ. എന്തായിരുന്നു? മനുസ്മൃതി ആയിരുന്നു വേണ്ടിയിരുന്നതെന്നായിരുന്നില്ലേ RSSന്റെ നിലപാട്? RSSന്റെ ഓർഗനൈസർ ഉൾപ്പെടെ ഈ ഭരണഘടനയെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചിട്ടില്ലേ? ഗോൾവാക്കർ പറഞ്ഞിട്ടുണ്ട്, ക്ലിപ്തവും മറ്റു പല സ്ഥലങ്ങളിലും ചേർത്തു വെച്ച കോപ്പി അടിച്ച ഭരണഘടനയാണ് ഇതെന്നല്ലേ പറഞ്ഞത്. ഭരണഘടനയെ സംരക്ഷിക്കാനെന്ന പേരിൽ ഇന്ന് പ്രതിരോധത്തിലായ BJP ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച വരുത്തും. എന്തായിരുന്നു ഇവരുടെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള നിലപാട് എന്നുള്ളത് ചർച്ച ചെയ്യുമല്ലോ. കഴിഞ്ഞ 10 വർഷം ഈ ഭരണഘടനയെ എങ്ങനെയാണ് അകത്തുനിന്ന് അട്ടിമറിച്ചത്, പാർലമെന്റിലെ ചട്ടങ്ങളെ അട്ടിമറിച്ചത്, ഇതെല്ലാം ചർച്ചയ്ക്ക് വരും. ഞാൻ ആ ചർച്ചയ്ക്കെല്ലാം തയ്യാറാണ്. പക്ഷേ അപ്പോഴും രാജു പിന്നാർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം നരേന്ദ്രമോദി ലോക്സഭയിലേക്ക് എത്തി ആദ്യം ചെയ്തത് ഭരണഘടനയുടെ പുസ്തകമെടുത്ത് വണങ്ങുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? കുളിരുകോരിയില്ലേ നമുക്ക്? അല്ല, അത് വണങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കുറിച്ച് നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടന തലയിൽ വെച്ച് നൃത്തമാടുന്നവർ എന്നാണ് പറഞ്ഞത്, അല്ലെ? നമ്മള് മലയാളീകരിച്ച് ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഭരണഘടനയും തലയിൽ വെച്ച് തുള്ളിക്കൊണ്ട് നടക്കുന്നവർ എന്നാണ്. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും BJPക്കെതിരെ കള്ളപ്രചരണം അഴിച്ചുവിട്ടില്ലേ? 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന തിരുത്തി എഴുതും, സംവരണം എടുത്തു മാറ്റും എന്നുള്ള കള്ളപ്രചരണം നടത്തിയെന്നതാണ് BJPയുടെ ആക്ഷേപം. അതുകൊണ്ട് ആ ഭരണഘടനയെ ഞങ്ങൾ തൊടാൻ പോകുന്നില്ല, ഞങ്ങൾ അംബേദ്കറിന്റെ ഈ ഭരണഘടനയെ ഇതാ വണങ്ങുന്നു എന്നാണ് നരേന്ദ്രമോദി ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നടത്തിയ ആദ്യത്തെ ആ ശരീരഭാഷയിലൂടെ കമ്മ്യൂണിക്കേഷൻ. അരുണെ, അതിന് മംഗലാപുരത്തുള്ള BJPയുടെ MP പറഞ്ഞതിനെ നിഷേധിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയാതെ, അല്ലെങ്കിൽ അതിനെ തള്ളി പറയാതെ ഭരണഘടന തൊട്ടുവെച്ചാൽ ഈ നാട് കണ്ട ഏറ്റവും വലിയ അഭിനേതാവാണ് നരേന്ദ്രമോദി തന്നെ അർത്ഥമുള്ളൂ. അതിനു മുമ്പ് കോൺഗ്രസ് അല്ല പറഞ്ഞത്. കോൺഗ്രസ് പറയുന്നതിന് മുമ്പ് ബാംഗ്ലൂരിൽ അനന്ത് ഹെഗ്ഡെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഭരണഘടന മാറ്റി എഴുതും. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഈ രാജ്യത്ത് ആർട്ടിക്കിൾ 370 തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 400 സീറ്റ് വേണം. അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് 400 സീറ്റ് എന്തിനു വേണം? ആ ഒരു പടി കൂടി കടന്ന് അയോധ്യയിൽ രാമക്ഷേത്രം മാറി ബാബരി മസ്ജിദിന് വരാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 400 സീറ്റ് വേണം എന്ന് വരെ പറഞ്ഞ ഒരു വർഗീയവാദിയാണ് നരേന്ദ്രമോദി. ആ വർഗീയവാദത്തിനും ആ ഭരണഘടനയെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമം അത് കോൺഗ്രസ് പറയുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് വിശ്വസനീയമായ രീതിയിൽ ഇവര് തന്നെ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിക്ക് 240ലേക്ക് എത്തേണ്ടി വന്നത്. ശരി, നമുക്കിപ്പോൾ BJP പ്രതിനിധി കൂടി എത്തിയിട്ടുണ്ട്, VP സി പത്മനാഭൻ. അങ്ങനെ അല്പം വൈകിയെങ്കിലും 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇന്നിപ്പോൾ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തു വരുന്നു. 13 10 ഇന്ത്യ മുന്നണിയാണ്, 3 മാത്രമാണ് NDAക്ക്. 2 NDA സ്ഥാനാർത്ഥിയും 1 NDA പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രരുമാണ് വിജയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ആവേശത്തിലാണോ ഇന്ത്യ മുന്നണി? കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ NDA? അല്ല, ഇന്നലെ മഹാരാഷ്ട്രയിൽ 7 കോൺഗ്രസ് MLAമാർ ക്രോസ് വോട്ട് ചെയ്തില്ലേ, കാലുമാറി വോട്ട് ചെയ്തില്ലേ? ഈ ചെറിയ തെരഞ്ഞെടുപ്പൊന്നും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കണ്ട. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞു. ആ നേരിട്ട് കഴിഞ്ഞതിന് ശേഷം ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വന്നു. കോൺഗ്രസ്സിന് 100 സീറ്റ് തികച്ചില്ല. ജനങ്ങൾ അവരോട് അടുത്ത 5 വർഷവും പ്രതിപക്ഷത്തിൽ ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് സീറ്റ് അവർക്ക് അധികം കിട്ടിയിട്ടുണ്ട്, അംഗീകരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 വർഷം NDA ഭരിക്കും.
അതാണ് യാഥാർത്ഥ്യം. ശരി, അത് ചെറിയ വിജയങ്ങളായി കണക്കാക്കണമെന്നാണ് താങ്കളുടെ നിലപാട്. ശരി, ഞാനത് വിട്ടു. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്നത്തെ ചർച്ചയുടെ മുഖ്യ വിഷയം ഇതാണല്ലോ. ആ ഭരണഘടനാ ഹത്യാ ദിവസമായി നിങ്ങൾ ആചരിക്കാൻ തീരുമാനിച്ചു. എന്റെ ചോദ്യം ഇതാണ് അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ. 1949 നവംബർ 30 ഓർഗനൈസർ പുറത്തിറങ്ങുമ്പോൾ അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ്: The worst thing about this new constitution of India is that there is nothing Indian in it. ഈ പുതിയ ഭാരത ഭരണഘടനയിൽ ഏറ്റവും മോശമായ കാര്യം എന്തെന്ന് വെച്ചാൽ അതിൽ ഭാരതീയമായ ഒന്നുമില്ല. ഭരണഘടനയെ ഇത്രയും രൂക്ഷമായി വിമർശിച്ച് ക്രൂരമായി വിമർശിച്ച RSSന്റെ സംഘപരിവാറിൻ്റെ പിൻതലമുറക്കാരായ BJPക്ക് ഭരണഘടനാ ഹത്യാ ദിനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അരുണെ, എനിക്ക് അരുണിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അരുണിൻ്റെ നിലപാടുകൂടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ അരുണിനെ ജയിലിൽ പിടിച്ചിടുക, അരുണിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പ് MLA ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി. എന്ത് മര്യാദയത്? ഈ പ്രമേയം സ്പീക്കർ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ SP ഉണ്ടായിരുന്നോ? നിൽക്കൂല. കാരണം മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു. RJD ഉണ്ടായിരുന്നോ? ഉണ്ടാവില്ല. കാരണം എന്താ? ലാലു പ്രസാദ് യാദവ് ജയിലിലായിരുന്നു. എന്തിന്? ET മുഹമ്മദ് ബഷീറില്ലേ, ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് MLA, അദ്ദേഹം MP നിൽക്കൂല. എന്താ അറിയോ? അന്ന് അഖിലേന്ത്യാ ലീഗായിരുന്നു അദ്ദേഹം. അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയവരാ. ഞാൻ കോഴിക്കോട്ട് നിന്നായി ചർച്ചയിൽ കയറുന്നത്. ഈശ്വരവാര്യയുടെ മകൻ രാജൻ്റെ ശവം പോലും കിട്ടിയിട്ടില്ല അരുണേ, ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞ് ഒരക്കുഴിയിൽ തള്ളി എന്ന, കക്കയത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരക്കുഴിയിൽ തള്ളി എന്നാണ് ഞാൻ കേട്ടത്. ഇതൊക്കെ നടന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ അന്ന് ത്യാഗം സഹിച്ചവർ, പിണറായി വിജയൻ ഉൾപ്പെടെ അടിയന്തരാവസ്ഥ കാലത്ത് ത്യാഗം സഹിച്ചവർ, ഈശ്വരവാര്യയുടെ മകൻ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ ബലിദാനം, ഇത് ഓർമ്മിക്കാൻ ഒരു ദിവസം വേണം. ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടിയിലായിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു, പോലീസിൻ്റെ തല്ലുകൊള്ളേണ്ടി വന്നു. പലരും വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചു കൊണ്ടുപോയതാ, പിന്നെ ബോഡി പോലും കിട്ടിയിട്ടില്ല. ഇതൊക്കെ നടന്ന ഈ രാജ്യത്ത് ഇതൊന്നും ഓർമ്മിക്കണ്ടേ നമുക്ക്? നെഹ്റു കുടുംബത്തിൻ്റെ മഹത്തായ ഭരണഘടനാ സ്നേഹം, 42ാം ഭരണഘടനാ ഭേദഗതി, എന്തിന്? കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ മാറ്റാൻ പാടില്ല എന്നുള്ളത് മറികടക്കാൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് 42ാം ഭരണഘടനാ ഭേദഗതി. അത് മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ മതിയോ VP ശ്രീ പത്മനാഭൻ? നവംബർ 8 2016 ഡിമോണിറ്റൈസേഷൻ വന്നതിനെ തുടർന്ന് ക്യൂവിൽ നിന്ന് മരിച്ച മനുഷ്യരെ നമുക്ക് ഓർമ്മിക്കണ്ടേ? സർക്കാർ നടത്തിയ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ലേ ജനങ്ങളുടെ ജീവിതത്തിൽ? ഓരോ മണിക്കൂറിലും കർഷകർ മരിച്ചു വീഴുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ ഭാരതത്തിലെ ജനങ്ങളെ ഈ ഏതു സർക്കാരിൻ്റെ പേരിലാണ് ഓർമ്മിപ്പിക്കേണ്ടത് ശ്രീ VP പത്മനാഭൻ? ഒരു ദിവസം ഒരു ദളിത് സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഈ നാട്ടിൽ എന്ന് പറയുമ്പോൾ അത് ഓർമ്മിപ്പിക്കണ്ടേ നമുക്ക് ജനങ്ങളെ? ഏത് ദിനമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടതെന്നും സർക്കാർ എങ്ങനെയാണ് വിവേചനപരമായ ഒരു തീരുമാനമെടുക്കുക? ഇതൊരു മുൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയോ മുൻ സർക്കാരിൻ്റെ ഭരണഘടനയോടുള്ള അവഹേളനവുമായി എടുത്താൽ തന്നെ അതിനെ എങ്ങനെയാണ് തുടർന്നു വരുന്ന ഒരു സർക്കാർ ആ സർക്കാരിനെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു ദിനമാചരിക്കാൻ പോകുന്നത്? അങ്ങനെ വന്നാൽ എത്രയെത്ര ദിനങ്ങൾ മോദി സർക്കാരിനെതിരെ ആചരിക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. VP ശ്രീ പത്മനാഭൻ. കോൺഗ്രസ്സുകാർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആചരിച്ചോട്ടെ. ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ഒരു ശ്രമത്തെ വരും തലമുറയുടെ ഓർമ്മകളിലേക്ക്, ബുദ്ധിയിലേക്ക് കടത്തിവിടുകയാണ്. ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പാസാക്കിയ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെ ആചരിക്കണം? എങ്ങനെയാണ് അഹമ്മദാബാദിലെ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം ഓർമ്മിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ബുൾഡോസർ രാജ് വരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ഓരോ ദിവസങ്ങളെയും ഓരോ സർക്കാർ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഓർമ്മിപ്പിക്കാൻ നിന്നാൽ ഇന്ത്യയിൽ 365 ദിവസം പോരാതെ വരുമല്ലോ ശ്രീ പത്മനാഭൻ. അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് എത്ര പ്രാവശ്യം പ്രഖ്യാപിക്കപ്പെട്ടു? എൻ്റെ അരുണെ, 90 സംസ്ഥാന സർക്കാരുകളെ ആ കോൺഗ്രസ്സുകാർ പിരിച്ചുവിട്ടത്. ഇന്ദിരാഗാന്ധി മാത്രം 49 എണ്ണത്തിന് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി അർദ്ധ സെഞ്ചുറി തിരക്കിയായിരുന്നു.
ഇന്ദിരാഗാന്ധി മാത്രം 49 സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടു. നാം കേരളത്തിൽ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതാ. 90 സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടവരാ കോൺഗ്രസ്സുകാർ. ഇപ്പോൾ താങ്കൾ ബുൾഡോസറെ പറ്റി പറഞ്ഞല്ലോ. തുക്കുമാൻ ഗേറ്റ് ഞാൻ ഓർമ്മിപ്പിക്കണോ? പാവപ്പെട്ട മുസ്ലിങ്ങളും ദളിതരും താമസിക്കുന്ന കോളനി അരമണിക്കൂർ സമയം കൊടുത്ത് ഒഴിഞ്ഞു പോകാൻ, എന്നിട്ട് സഞ്ജയ് ഗാന്ധിയും ജഗ്മോഹനും കൂടി വന്ന് അത് ഇടിച്ചു നിരത്തി അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ജനങ്ങളിതൊക്കെ പഠിക്കട്ടെ എന്ന്. ആരാണ് ശരി ആരാ തെറ്റെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ, വരും തലമുറ തീരുമാനിക്കട്ടെ. എന്താ ഇത് തെറ്റ്? ഓക്കെ, ഞാൻ വരാം. രാജു പി നായർ, അതാണ് BJP പ്രതിനിധിയുടെ ആർഗ്യുമെന്റ്. ഇത് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. നമ്മളുടെ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിച്ചൊരു സർക്കാർ ഉണ്ടായിരുന്നുവെന്നും ഭരണഘടനയെ കളങ്കപ്പെടുത്തിയ ആ സർക്കാർ ജൂൺ 25-ാം തീയതി രാജ്യത്തിലെ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശം നിഷേധിച്ചതാണെന്നും ഇന്ത്യയിലെ ജനങ്ങളെ രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദിനം ആചരിക്കുന്നത്. അതിലെന്താണ് തെറ്റ് എന്നാണ് ശ്രീ പത്മനാഭൻ ചോദിക്കുന്നത്. രാജു പി നായർ, ഞാനതാ പറഞ്ഞത്, നമുക്ക് നാളെ മുതൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും എടുത്തിട്ടുള്ള തീരുമാനത്തെ അതിന് തുടർന്ന് വരുന്ന സർക്കാർ ആ സർക്കാരിനെതിരായിട്ടുള്ള ദിവസമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. ഈ രാജ്യം മുന്നോട്ട് പോവുകയാണല്ലോ. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെ അത് നടത്തിയ ഇന്ദിരാഗാന്ധി തന്നെ അതിന് തെറ്റേറ്റു പറഞ്ഞു. അത് അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി തന്നെ അത് തള്ളി പറഞ്ഞതിനു ശേഷവും നിങ്ങൾക്ക് വീണ്ടും ഇത് ജനങ്ങളെ ഓർപ്പിക്കണമെങ്കിൽ ഇത് രാജ്യത്തിന്റെ താല്പര്യമല്ല, ഇത് BJPയുടെ താല്പര്യമാണ്. പിന്നെ ശ്രീ പത്മനാഭൻ ഇവിടെ കുറെ പേരെ ഓർപ്പിച്ചു. പിണറായി വിജയനെ ഓർച്ചു, ET മുഹമ്മദ് ബഷീറിനെ ഓർത്തു, അങ്ങനെ കുറെ പേരെ ഓർത്തു. ശ്രീ പത്മനാഭൻ അത് ഓർക്കാൻ വേണ്ടി മാത്രമുള്ള ദിവസമാക്കരുത്. നിങ്ങൾ ഇന്ത്യൻ ജനതയെ എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് ഓർക്കാനുള്ള ദിവസവും കൂടി ആക്കണം. എങ്ങനെയാണ് RSSന്റെ സർസംഘചാലക് ദേവരസ് ഈ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയത് എന്നുകൂടി നിങ്ങൾ ഓർക്കണ്ടേ? 1975 ഓഗസ്റ്റ് 22-ാം തീയതി ഇന്ദിരാഗാന്ധിക്ക് അദ്ദേഹം അയച്ച കത്തിൽ പറയുന്നു, റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് ചെങ്കോട്ടയിൽ നിന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നടത്തിയ പ്രസംഗം എന്തു മനോഹര പ്രസംഗമായിരുന്നു, ഏറ്റവും നല്ലൊരു പ്രസംഗമായിരുന്നു എന്ന് ഇന്ദിരാഗാന്ധിയെ ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതുന്നു. അതിനുശേഷം 1975 നവംബർ 10 വീണ്ടും ഒരു കത്തെഴുതുന്നു. ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, സർക്കാരിന്റെ പ്രോജക്റ്റുകൾ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രവർത്തിക്കാം, ഞങ്ങളുടെ നിരോധനം നീക്കിത്തരണം. 2 പ്രാവശ്യം കത്തെഴുതിയിട്ടും അത് മൈൻഡ് ചെയ്യാത്ത ഇന്ദിരാഗാന്ധി ഈ വിനോബ ഭാവെയുടെ ആശ്രമത്തിൽ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് വിനോബ ഭാവെക്ക് കത്തെഴുതുന്നു. ഫെബ്രുവരി 24, 1976. എന്താ, നിങ്ങളൊന്ന് സംസാരിക്കണം, ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ചത് പറയണം, ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ വിട്ടയക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയണം എന്ന് പറയുന്നു. ഇല്ലേ? നിങ്ങളുടെ 30 RSSന്റെ നേതാക്കന്മാർ മൂലയുടെ നേതൃത്വത്തിൽ ഈ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചുകൊണ്ട് RSSന്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി കത്തെഴുതുകയും ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ പ്രിപ്പയർ ചെയ്തില്ലേ 1976 നവംബറിൽ. 1976 നവംബറിൽ ആ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് അറിഞ്ഞ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് ഓം മേത്തെ എന്ന് വിളിച്ചു വരുത്തുന്നുണ്ട്. അദ്ദേഹം മാപ്പെഴുതി, അദ്ദേഹം ഇന്ദിരാഗാന്ധിക്ക് എഴുതിയിട്ട് വീട്ടുതടങ്കലിൽ കിടന്ന സമയത്ത് ഓം മേത്തെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ പിന്തുണയ്ക്കാം, ഞങ്ങൾക്കെതിരെയുള്ള നടപടികൾ നിർത്തണം, ജനസംഖ്യക്കെതിരെയുള്ള നടപടികൾ നിർത്തണം, ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ആരാ പറഞ്ഞത്? അടൽ ബിഹാരി വാജ്പേയി. അത് കേട്ട് അറിഞ്ഞുകൊണ്ട് ABVPയുടെ നാഷണൽ പ്രസിഡന്റ് വാജ്പേയിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ചോദിച്ചു, നിങ്ങൾ ഓം മേത്തയെ കണ്ടോ? എന്താണ് ചെയ്തത്? ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ആ വാജ്പേയി ഈ പറയുന്ന ABVPയുടെ പ്രസിഡന്റോട് പറയുന്നു, നിങ്ങൾ ഗുജറാത്തിൽ നവനിർമ്മാൺ മൂവ്മെന്റിൽ നടത്തിയ കലാപവും കൊള്ളിവെപ്പുമാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിയത്. നിങ്ങൾ ഇന്ദിരാഗാന്ധിയോട് മാപ്പ് പറയണം. ആരാ പറഞ്ഞത്? വാജ്പേയി ABVPയോട്. അരുൺ, ഒന്ന് ഓർക്കണം, എപ്പോഴെന്നറിയാവോ? കോൺഗ്രസ് നടത്തിയ ഈ അടിയന്തരാവസ്ഥയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോൺഗ്രസ് ആ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ RSSന്റെ നേതാക്കന്മാർ ആ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒന്നല്ല പലവട്ടം UPയിൽ 34 ജനസംഘ പ്രവർത്തകർ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. എന്തു പറഞ്ഞുകൊണ്ട്? അടിയന്തരാവസ്ഥ പിന്തുണച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ തെറ്റായ രീതിയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവുമ്പോൾ ആ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ വെച്ച പ്രഖ്യാപിച്ചവരാണ് ഇവർ. നിങ്ങൾ എവിടെ അടിയന്തരാവസ്ഥ പോരാടിയത്? നിങ്ങൾ പറഞ്ഞ ലാലു പ്രസാദ് യാദവ് അതല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് അന്ന് എഴുന്നേറ്റ് നിൽക്കാഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല.
കാരണം അവരതിനെതിരെ സമരം ചെയ്ത് അവരതിനകത്ത് ഉണ്ടായിരുന്നവരാണ് ഞങ്ങളുടെ തീരുമാനത്തിനെതിരെ. പക്ഷെ അന്ന് ആ തീരുമാനത്തെ അനുകൂലിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഇന്ന് ഈ പറയുന്ന നിലപാടെടുക്കാൻ? നിങ്ങൾ അടിയന്തരാവസ്ഥ പിന്തുണച്ചുള്ള ചരിത്രരേഖകളാണ്. VP ശ്രീപത്മനാഭൻ അതിനുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം ഒരു സാങ്കേതികമായ ചോദ്യം കൂടിയുണ്ട്. സാങ്കേതികമായ ചോദ്യം ഇതാണ്: നിങ്ങൾ ഭരണഘടനാ ഹത്യാ ദിനമായി ജൂൺ 25 ആചരിക്കുമ്പോൾ സുപ്രീം കോടതിയാണല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഒരു എക്സിക്യൂട്ടീവ് അല്ലല്ലോ ഭരണഘടനയെ ഹത്യ ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ജൂൺ 25 അടിയന്തരാവസ്ഥയെ സുപ്രീം കോടതി എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? VP ശ്രീപത്മനാഭൻ. അരുണെ, രാജു പി നായർ എന്തൊക്കെയോ പിച്ചുപേയും പറഞ്ഞിട്ടുണ്ട്. അരുണ് ഒരു കാര്യം ചെയ്യണം, ആ പറഞ്ഞതിനൊക്കെ തെളിവ് ചോദിക്കണം. ഞാൻ പറഞ്ഞ 42-ാം ഭരണഘടനാ ഭേദഗതി പുസ്തകത്തിലുണ്ട്, ഞാൻ പറഞ്ഞ 39-ാം ഭരണഘടനാ ഭേദഗതി പുസ്തകത്തിലുണ്ട്. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ പിണറായി വിജയൻ്റെ മർദ്ദനം പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ലാലു പ്രസാദ് യാദവിൻ്റെ അറസ്റ്റിനും മുലായം സിംഗ് യാദവിൻ്റെ അറസ്റ്റിനുമൊക്കെ തെളിവുണ്ട് ഈ രാജ്യത്ത്. ഇയാൾ എന്തൊക്കെയോ കത്തുണ്ട് കമ്പിയുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഒന്ന് അരുണ് വാങ്ങി പരിശോധിക്കണം. എനിക്ക് വേണ്ട, എനിക്കറിയാം അതൊന്നുമില്ല, അതൊക്കെ കളവാന്ന്. അതൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ, ആ ചാനലിലെ അവതാരക, ഞാൻ ആ ചാനലിൻ്റെ പേരും വേണമെങ്കിൽ പറയാം, അവതാരക തന്നെ പിച്ച് ചീന്തിയതാണ്. അരുണ് ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം. ഈ ജാതി പിച്ചും പേയും ഒക്കെ സത്യമാണോ? എനിക്ക് കാണുമൊന്നും വേണ്ട. ഇനി ഞാൻ അരുണ് പറഞ്ഞ കാര്യത്തോട് പറയാം. അരുണെ, ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വകുപ്പുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അത് എന്തിനു വേണ്ടി? ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിൽ അഴിമതി കൊടികുത്തി വാഴുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഇമ്മീഡിയറ്റ് റീസൺ? 1971 ലോക്സഭാ ഇലക്ഷനിൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അവർ സർക്കാർ വക ജീപ്പുകൾ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചു. ഇത് രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ തെളിയിച്ചു. ഇന്ദിരാഗാന്ധി അഴിമതി നടത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന്. അത് തെളിയിക്കപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. ഉടനെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കേട്ടത്. അദ്ദേഹം ഇതിലൊരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു. പാർഷ്യൽ സ്റ്റേ എന്താണ്? പാർഷ്യൽ സ്റ്റേ, ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷേ പാർലമെൻറ്റിൽ വോട്ട് ചെയ്യരുത്. പ്രസംഗിക്കാം, മറുപടി പറയാം, ഒക്കെ ചെയ്യാം, പക്ഷേ വോട്ട് ചെയ്യരുത്. കോൺഗ്രസ്സിന് 1971 തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം തിരിച്ചു കിട്ടിയ തെരഞ്ഞെടുപ്പാണ്. 67 നഷ്ടപ്പെട്ടു പോയ 3/2 ഭൂരിപക്ഷം തിരിച്ചു വാങ്ങിച്ച തെരഞ്ഞെടുപ്പാണ് 71 തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു അംഗം വോട്ട് ചെയ്യാതെ നിന്നാൽ അത് കോൺഗ്രസ്സിനെ ഒരു തരത്തിലും ബാധിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതൊരു പാർഷ്യൽ സ്റ്റേ ആയിപ്പോയി എന്നിട്ട് ആരെയൊക്കെ അവർ പിടിച്ച് ജയിലിലിട്ടത്? അത് ശരിയാണ്, അതിന്റെ കണക്ക് അങ്ങ് പറഞ്ഞു. ഒരു നിമിഷം സാർ, ഒരു നിമിഷം, ഞാൻ അതിലേക്ക് വരുന്നു. എന്റെ ചോദ്യം സാങ്കേതികമായിരുന്നു. അതായത് ആർട്ടിക്കിൾ 352 പ്രകാരം പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പ്രഖ്യാപിക്കാം. അതിനെ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന ഒരു വകുപ്പ് പ്രകാരം സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാതെ, സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാതെ ഒരു എമർജൻസി 2 വർഷക്കാലം രാഷ്ട്രീയമായൊരു തീരുമാനത്തിന് പുറത്തെടുക്കുന്നു. ശരി, പക്ഷേ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യാതെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാതെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുക? ശരിയാണ്, പൊളിറ്റിക്കലി നിങ്ങൾ നോക്കിയാൽ ശരിയാണ്, അത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഹനിക്കലാണ്. അത് ഭരണഘടനയെ പിച്ചിച്ചിന്തിയെന്ന് രാഷ്ട്രീയമായി നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ സർക്കാർ എങ്ങനെയാണ് അതിനെ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുക? നിങ്ങളുടെ മുന്നിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടോ? അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനടി ഇവർ ചെയ്തത് എന്താ അറിയോ? 42-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കി. പാർലമെൻറ്റ് കൊണ്ടുവരുന്ന നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊരു കൂടെ വേറൊരു സംഗതി കൂടി പാസാക്കി, 39-ാം ഭരണഘടനാ ഭേദഗതി. 39-ാം ഭരണഘടനാ ഭേദഗതി എന്താ പറഞ്ഞത്? ഒരാൾ രാഷ്ട്രപതിയായോ ഉപരാഷ്ട്രപതിയായോ പ്രധാനമന്ത്രിയായോ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാളുടെ തെരഞ്ഞെടുപ്പ് പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നിട്ടത് മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കി. ലോക ചരിത്രത്തിൽ പാർലമെൻ്ററി ജനാധിപത്യമുള്ള എവിടെയും ഇത് സംഭവിച്ചിട്ടില്ല. ഇത് ഇംഗ്ലണ്ടിൽ പോലും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കുക. എന്നിട്ട് ഇവർ 42-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് പറഞ്ഞു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ആലോചിച്ച് നോക്കണേ. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി.
പിന്നെ 77-ൽ ജനതാ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? 42-ാം ഭരണഘടനാ ഭേദഗതി എടുത്തു കളഞ്ഞ അരുൺ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. 77-ലെ ജനതാ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജോർജ് ഫെർണാണ്ടസ് സത്യപ്രതിജ്ഞ ചെയ്ത് എങ്ങനെ അറിയോ? ഐ സ്വെയർ അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എക്സെപ്റ്റ് ആർട്ടിക്കിൾ അമെൻഡ്മെന്റ് ഓഫ് 42. ഞാൻ 42-ാം ഭരണഘടനാ ഭേദഗതി ഒഴികെയുള്ള ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ് അന്ന് ജോർജ് ഫെർണാണ്ടസ്. ശരിയാണ്. അതിനെ തുടർന്ന് 44-ാം ഭരണഘടനാ ഭേദഗതി വരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ആവുന്നു. ശരിയാണ്, താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞു, 90 സർക്കാരുകളെ കോൺഗ്രസ്സുകാർ പിരിച്ചുവിട്ടു. അരുണെ, SR ബൊമ്മെ കേസിലെ വിധി വരുന്നത് വരെ ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്രം പിരിച്ചുവിട്ടാൽ വേറെ ഒരു രക്ഷയില്ല, കഴിഞ്ഞു. അല്ല, സമ്മതിച്ചു സാർ, ആ ആർഗ്യുമെന്റ് ഒന്നും നമ്മൾ തിരിച്ചെടുക്കുന്നില്ല. പക്ഷേ എന്റെ ചോദ്യം, അതിനൊരു സർക്കാർ ഒരു ദിവസം കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിലൊരു നിയമസാധുത വേണം. ഇവിടെ എന്താണ് ഇതൊരു ഭരണഘടനാ ഹത്യാ ദിനമാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടില്ല. സുപ്രീം കോടതിയുടെ അനുകൂലമായിട്ടുള്ള ഉത്തരവ് ആർട്ടിക്കിൾ 352-നുണ്ടായിരുന്നു. ശരിയാണെന്ന് സുപ്രീം കോടതി മുട്ടിലിഴയുന്നു എന്നൊക്കെ നമുക്ക് രാഷ്ട്രീയമായി ആക്ഷേപിക്കാം. പക്ഷെ ഒരു സർക്കാർ അത് ചെയ്യുമ്പോൾ, BJP അത് ചെയ്താൽ ആരും അതിനെ വിമർശിക്കില്ല. പക്ഷേ ഒരു സർക്കാർ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമ്പോൾ അതൊരു എക്സിക്യൂട്ടീവിന് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാൻ എന്ത് അവകാശം? അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതാരാ? സുപ്രീം കോടതിയാ. സുപ്രീം കോടതി ഭരണഘടനാ ഹത്യാ ദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊരു ബ്ലാക്ക് സ്പോട്ട് ആണെന്ന് ആ അർത്ഥത്തിൽ ആ കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ തുടർന്നു വരുന്ന വിധിന്യായങ്ങളിൽ അതിനെ വിമർശിച്ചതിന്റെ പേരിൽ നമുക്കതിനെ ഹത്യാദിനമായി ആചരിക്കാൻ കഴിയുമോ? ഞാൻ ഉദാഹരണം പറയാം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞു. ഇവിടെ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയതിനെ സുപ്രീം കോടതി പിച്ചി ചീന്തി എറിയുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ അത് ഭരണഘടനാപരമായ ഒരു ഹത്യാദിനമല്ലേ? അവിടെ ഭരണഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെ നിഷേധിക്കുന്നത് സുപ്രീം കോടതി. അങ്ങനെ വന്നാൽ എമർജൻസിയേക്കാൾ കൂടുതൽ വാലിഡിറ്റി ഉണ്ടാവുക ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലാണ്. കാര്യം സുപ്രീം കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ആ നിയമം ശരിയല്ല എന്നും ഭരണഘടനാനുസൃതമല്ലെന്നും വിധിച്ച് ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ചോദ്യം. സുപ്രീം കോടതി വ്യാഖ്യാനിക്കാത്ത ഒരു കാര്യത്തെ എക്സിക്യൂട്ടീവ് വ്യാഖ്യാനിച്ച് ഭരണഘടനാ ഹത്യാ ദിനം എന്ന പേരിൽ ഒരു ദിവസം കൊണ്ടുവരുന്നത് ജനാധിപത്യമാണോ? ഞാൻ ഉത്തരം പറയാം. ഇപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതി ഇല്ലല്ലോ. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്യാലോ. ഞങ്ങളിപ്പോൾ ഇതിനെങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചു? കോൺഗ്രസ്സുകാർക്ക് ചോദ്യം ചെയ്യാലോ സുപ്രീം കോടതിയിൽ പോയിട്ട്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് BJP സർക്കാരിൻ്റെ തീരുമാനം. ഇന്നേ ദിവസം, അതായത് ജൂൺ 25, 2025 മുതൽ ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്യട്ടെ. ശരി, ഇതാണ് നിങ്ങൾ എല്ലാ കാലത്തും ആർട്ടിക്കിൾ 370 വരുമ്പോഴും ഇത് പറയുന്നു, പൗരത്വ നിയമം വരുമ്പോഴും അത് പറയുന്നു. സാങ്കേതികമായി സുപ്രീം കോടതിയിലാണ്. പക്ഷേ രാഷ്ട്രീയ സംവാദത്തിൽ ഉത്തരം നമുക്കുണ്ടാവണം. അങ്ങ് ലോജിക്കലായി ഒന്ന് ആർഗ്യൂ ചെയ്ത് നോക്കൂ. സുപ്രീം കോടതി ഇതുവരെ ഭരണഘടനാ ഹത്യയാണ് എന്ന് വിധിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുത്ത് എക്സിക്യൂട്ടീവിന് പാസ്സാക്കാൻ കഴിയുന്നത് എങ്ങനെ? ഇതാണ് എന്റെ ചോദ്യം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഞാനൊരു ഇലക്ട്രൽ ബോണ്ട് വിധി പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും സുപ്രീം കോടതി ജഡ്ജിനെ സൂപ്പർസീഡ് ചെയ്തോ? ഹേബിയസ് കോർപ്പസ് കേസിലും കേശവാനന്ദ ഭാരതി കേസിലും സർക്കാരിനെതിരെ വിധി പറഞ്ഞതിന്റെ പേരിൽ 3 സുപ്രീം കോടതി ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്തില്ലേ? ഇന്ദിരാഗാന്ധി സൂപ്പർസീഡ് ചെയ്തെങ്കിൽ മോദി സർക്കാർ ചെയ്തതെന്താ? രാജ്യസഭാ സീറ്റ് കൊടുക്കും, അതല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ തീരുമാനിക്കും, അതല്ലെങ്കിൽ സുപ്രധാനമായ വകുപ്പുകളിൽ നിങ്ങൾ പുനഃസ്ഥാപിക്കും. അതല്ലേ കാണുന്നത്? അപ്പുറത്ത് പീനലൈസേഷൻ, ഇവിടെ അപ്പീസ്മെന്റ്. ഇത് രണ്ടും ഉണ്ട്. അവിടെ പീനലൈസേഷൻ, ഇവിടെ അപ്പീസ്മെന്റ്, രണ്ടുമുണ്ട്. ശ്രീ പത്മനാഭൻ, ഞങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല. കൊച്ചുകൂടി സർക്കാരിന്റെ ഈ പ്രതിരോധം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്ന കാഴ്ചകളെല്ലാം അതാണ്. ഇത് ഇന്ത്യ മുന്നണി ഭരണഘടനയെ ആയുധമാക്കി ഉപയോഗിക്കുന്നു. ആ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണോ ഉണ്ടാവുന്നത്? അതായത് പ്രതിരോധത്തിൻ്റെ ഒരു പിടച്ചിലാണോ ഈ പറയുന്ന പാർലമെന്റിന് പുറത്തുമുള്ള ഇത്തരം പ്രതിരോധ ശ്രമങ്ങൾ? ആനന്ദ് കൊച്ചുകൂടി. അല്ല, നമുക്കറിയാം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി BJPക്ക് നേരിടാൻ കാരണം അബ് കി ബാർ 400 പാർ എന്ന് പറയുന്ന സ്ലോഗൻ ഉന്നയിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ ആ 400 സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് പലരും കണ്ടുപിടിച്ചത്
400 സീറ്റ് കിട്ടിയാൽ BJP കിട്ടിയാൽ അവർക്ക് ഭരണഘടന മാറ്റണം. അതിന് 360 സീറ്റ് മതി അവർ, അല്ലെങ്കിൽ 370 എന്നും പറയുന്നുണ്ടായിരുന്നു. മിഷൻ 400 പാറിന്റെ കൂടെ അപ്കി അവര് മിഷൻ 370 ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ 360 സീറ്റോ 400 കിട്ടിയാൽ അവർ ഭരണഘടന മാറ്റും എന്നുള്ള ഒരു തരത്തിലൊരു പബ്ലിക് കോൺഷ്യസ്നെസ്സിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് അവർക്ക് സാധാരണ ജനങ്ങളിലേക്ക് അത് അങ്ങനെ ഒരു ചിന്ത എത്തിപ്പെട്ടു. ഇപ്പോൾ ഇവിടെ അനന്ത്കുമാർ ഹെഗ്ഡെയുടെ കാര്യം പറഞ്ഞു. എനിക്കൊന്ന് 7 BJPയുടെ നേതാക്കൾ അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു നേതാവ് സിറ്റിംഗ് MP ആയിരുന്ന, അതായത് ഈ അയോധ്യയിലെ സിറ്റിംഗ് MP ആയിരുന്ന ലല്ലു സിംഗ്, അദ്ദേഹമാണ് ഒന്ന് അതിൻ്റെ അകത്ത്. അദ്ദേഹം എന്നിട്ട് പിന്നീട് പറഞ്ഞു, അത് തിരിച്ചടിയാകുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഒരു ഡോക്ടേഡ് വീഡിയോയാണ്, വ്യാജ വീഡിയോയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ ഫൈസാബാദിൽ നമുക്കറിയാം അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി നേതാവിനോട് തോറ്റ് BJPക്ക് അയോധ്യ ക്ഷേത്രം പണിത ആ ഒരു മണ്ണിൽ പോലും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. വലിയ ഒരു ദളിത് തരംഗം, അത് ദളിത് വോട്ടർമാരുടെ ഒരു പിന്തുണ ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായി എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. അതിനുശേഷം മിക്ക MP മാരും, ഇന്ത്യ മുന്നണിയിലെ പല MP മാരും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവര് ഭരണഘടന ഉയർത്തി കാണിക്കുകയും, നരേന്ദ്രമോദി ശരിയാണ്, അദ്ദേഹവും ഭരണഘടനയെ ഉയർത്തി കാണിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഭരണഘടനയെ കെട്ടിപ്പിടിക്കുമ്പോഴും ഇത്രയും കാലത്തെ ഭരണത്തിൽ എങ്ങനെയാണ് ഭരണഘടന പല വിധത്തിൽ, ഇവിടെ VP ശ്രീപത്മനാഭൻ പറയുന്നത് ഇവിടെ ജഡ്ജിമാരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, മറ്റവർ പീനലൈസ് ചെയ്തു. ഇവിടെ പീനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് VP ശ്രീപത്മനാഭൻ. ഇവിടെ KM ജോസഫ് എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മലയാളി സുപ്രീം കോടതി ജഡ്ജിയെ, അദ്ദേഹത്തെ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ എത്തിക്കാതിരിക്കാൻ BJP കിണഞ്ഞ് ശ്രമിച്ചത്? 2017 അവിടെ ഉത്തരാഖണ്ഡിലെ സർക്കാരിനെ അട്ടിമറിച്ച് ആ വിധിക്കൊരു സ്റ്റേ കൊടുത്ത KM ജോസഫിനെ വളരെ കാലം സുപ്രീം കോടതിയിൽ എത്തിക്കാതെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മറികടന്ന് മറ്റു കുറേയേറെ ജഡ്ജിമാരെ അവിടെ എത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രോസ്പെക്ട്സ് എല്ലാം തകർത്തു. ഇതുപോലെ പലരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് BJP ഇവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ VP ശ്രീപത്മനാഭൻ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാവുന്ന സത്യങ്ങൾ അതല്ല. കഴിഞ്ഞ കുറച്ചുകൂടി രാജു പി നായർ നേരത്തെ VP ശ്രീപത്മനാഭൻ പറഞ്ഞതിനുള്ള മറുപടി, ഒപ്പം തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതായത് ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ, ഭരണഘടനയെ അവഹേളിച്ച ഒരു ചരിത്രം അത് പഠിക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ടാണ് ഈ ആചരണം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, മർദ്ദനമേറ്റ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരുന്നതിനെക്കുറിച്ച്, പൗരസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടതിനെക്കുറിച്ച്, ഈശ്വരവാദിയുടെ കരച്ചിലിനെക്കുറിച്ചൊക്കെ ലോകവും ഇന്ത്യയും ഒക്കെ അറിയണം. അതിനുവേണ്ടിയാണ് ഈ ദിനം കൊണ്ടുവന്നത് എന്നൊരു പ്രതിരോധമാണ് ശ്രീ P. പത്മനാഭൻ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ശ്രീ രാജു പി നായർ കോടതിയിൽ പോകൂ എന്നാണ്. അരുൺ, ഈ ചർച്ചയിൽ തന്നെ ഇത് സംബന്ധിച്ച് എത്രമാത്രം ദുർബലമായ വാദമാണ് BJPയുടെ പ്രതിനിധി നോക്കുക. നമ്മൾ ഉന്നയിച്ച 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഭരണഘടന ഉണ്ടായപ്പോൾ എന്തായിരുന്നു RSSന്റെ നിലപാട്? എന്നാണ് RSS ഈ ഭരണഘടനയെ അംഗീകരിച്ചത്? എന്തിന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് എന്നാണെന്ന് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതിന് മറുപടിയില്ല അദ്ദേഹത്തിന്. 2, അടിയന്തരകാല അവസ്ഥക്കാലത്ത് RSSന്റെ നിലപാട് എന്തായിരുന്നു? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മറുപടി. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിലൊന്നും വേണ്ടിയില്ല. ഇപ്പൊ പറയുന്നത് ഞാൻ എവിടെയൊക്കെ പിച്ചും പേയും പറയുന്നു എന്നുള്ളതാണ്. അങ്ങയുടെ നേതാക്കന്മാരുടെ ചരിത്രം പഠിക്കണം. ഞങ്ങളുടെ ചരിത്രം പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ചരിത്രം പഠിക്കണം, ഞങ്ങളെ വിമർശിക്കണം, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അങ്ങയുടെ ചരിത്രം കൂടി പഠിക്കണം. പക്ഷെ പ്രശ്നം അറിയോ, ഈ മധുകർ ദേവരസ് എന്ന് പറഞ്ഞൊരു സർസംഘചാലക് ഇപ്പോ RSSന് ഉണ്ടായിരുന്നില്ല എന്നൊരു ചാനലിൽ പറഞ്ഞ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇദ്ദേഹം. ഒരിക്കൽ ഒരു ചർച്ച വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള ചർച്ചയാണെന്നാണ് എന്റെ ഓർമ്മ. ഈ ദേവരസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സർസംഘചാലക് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന BJPയുടെ ഇപ്പോഴത്തെ പ്രതിനിധി ദേവരസ് അങ്ങനെ ഒരു കത്തെഴുതിയിട്ടില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ അങ്ങേക്ക് ഈ ചർച്ച കഴിഞ്ഞൊന്ന് വായിച്ചു പഠിക്കുന്നതിന് വേണ്ടി, എങ്ങനെ മാപ്പ് എഴുതണം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം നിങ്ങളുടെ ചരിത്രം മുഴുവൻ അതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാം. 1997 മധുകർ ദേവരസ് എന്ന് വെച്ചാൽ 3ാമത്തെ സർസംഘചാലക് എഴുതിയ പുസ്തകമാണ് ഹിന്ദു സംഘടൻ ഔർ സത്താവാദി രാജ്നീതി. അങ്ങയുടെ നേതാവാണ്, തെറ്റിദ്ധരിക്കരുത്. അങ്ങയുടെ സർസംഘചാലകായിരുന്ന ദേവരസിന്റെ പുസ്തകമാണ്. അതിന്റെ അവസാനം ഞാൻ ഈ പറഞ്ഞ 3 ദിവസത്തെ 3 കത്തുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭൻ.
അങ്ങ് അരുൺകുമാറിനോട് പോയിട്ട് ഇതിന്റെ തെളിവെടുത്തോണ്ടിരാൻ പറയണ്ട. അങ്ങ് പോയിട്ട് അങ്ങയുടെ നേതാവിന്റെ പുസ്തകം വായിച്ചാൽ മതി. ഓൺലൈനിൽ ലഭ്യമാണ്. ബിജെപിയുടെ നേതാവായ അത് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ്. ശ്രീ പത്മനാഭൻ, ഇവിടെ രാജു പി നായർ പറഞ്ഞ RSS അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ 1965 RSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1973 ശ്രീ അരുൺകുമാർ ഓഫർ കൂടി പറയാം. ശ്രീ അരുൺകുമാർ, ഞാൻ ഒരു ഓഫർ കൂടി പറയുന്നു. അല്ല, ഞാൻ ഒരു ഓഫർ കൂടി പറയാം. ഞാൻ വേണമെങ്കിൽ അങ്ങയുടെ മൂന്നാമത് മോദി സർക്കാരിന്റെ വിജയത്തിന് ഒരു ഗിഫ്റ്റായിട്ട് ആ പുസ്തകം ഞാൻ അങ്ങേക്ക് മേടിച്ചു തരാനും തയ്യാറാണ്. വേണമെങ്കിൽ അങ്ങയുടെ അഡ്രസ് അയച്ചുമ്പോൾ ഞാൻ അയച്ചു തരാം. VP ശ്രീ പത്മനാഭൻ. അല്ല, എനിക്ക് ഈ രാജു പി നായരുടെ പിച്ചും പേരൊന്നും മറുപടിയില്ല. ഞാൻ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ കാര്യത്തോട് അല്ല, ഒരു നിമിഷം, അത് അങ്ങനെ പിച്ചും പേരും തള്ളിക്കളയരുത്. പിച്ചും പേരും ദേവരസാണ് പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം താങ്കൾക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. VP ശ്രീ പത്മനാഭൻ, ഞാൻ മിണ്ടാതിരുന്നതാ. മറുപടി വേണം. മറുപടി പറയാൻ സമയം തരണം. തീർച്ചയായും മറുപടി പറയാൻ സമയം തരണം. കൊച്ചുകുടി ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കരുത്. മനസ്സിലായോ? രാജു പി നായരോടല്ല പന്റെ ഉത്തരം, കൊച്ചുകുടിയോടാണ്. KM ജോസഫ് രാജിവെച്ചോ? KM ജോസഫ് പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ വിരോധം പ്രകടിപ്പിച്ചോ? പ്രതിഷേധം അറിയിച്ചോ? 3 ജഡ്ജിമാരാണ് കൊച്ചുകുടി രാജിവെച്ചത്. ജസ്റ്റിസ് ഗ്രോവർ, ജസ്റ്റിസ് ഷേലത്ത്, ജസ്റ്റിസ് ഹെഗ്ഡെ. എന്തിനാ രാജിവെച്ചതെന്നറിയോ? ജസ്റ്റിസ് സിക്രി, അതായത് കേശവാനന്ദ ഭാരതി കേസിലെ പ്രധാന വിധിന്യായം പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സിക്രി പിരിഞ്ഞാൽ ആവേണ്ട ആള് ഷേലത്താണ്, പിന്നെ ഗ്രോവറാണ്, പിന്നെ ജസ്റ്റിസ് ഹെഗ്ഡെയാണ്. ഇവരെ 3 ആളെയും ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റ്, അടുക്കള ക്യാബിനറ്റ്. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ DK ബറുവ, ദേവകാന്ത് ബറുവ എന്ന ആന പൊട്ടൻ. അയാളാ പറഞ്ഞത് ഇന്ത്യ എന്നാൽ നിങ്ങളെ പോലത്തെ വിവരം കെട്ടവൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന പാർട്ടിയല്ല. നിങ്ങളെ പോലത്തെ നരേന്ദ്രമോദിയുടെ വീട്ടിലെ തൂപ്പ് വേലക്കാരനായിട്ടുള്ള BJPയുടെ പ്രസിഡന്റ് അല്ല, കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. തെമ്മാടിത്തരം പറയുന്നോ? വീട്ടിൽ പോയി പറയണോ ഈ തെമ്മാടിത്തരം? വീട്ടിൽ പോയി പറയണം, വീട്ടിൽ പോയിട്ടുള്ളവരെ വിളിക്കണം. വേഷം കെട്ടോ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, എന്നിട്ട് തെമ്മാടിത്തരം പറയുന്നോ? മര്യാദ കേട്ടോ സംസാരിക്കാൻ വരുന്നു. ആ പ്രതിഷേധം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. VP ശ്രീ പത്മനാഭൻ തുടരും. നമുക്ക് അൺപാർലമെന്ററി വേർഡ്സ് യൂസ് ചെയ്യേണ്ട. അങ്ങനെ പറയുന്ന ആർഗ്യുമെന്റുകൾ അങ്ങ് പറയും. ഒരു നിമിഷം, ആ വീഡിയോ ഒന്ന് ഫ്രീസ് ആയിട്ടുണ്ട് നിലവിൽ. ശ്രീ VP ശ്രീ പത്മനാഭൻ, അങ്ങ് ബറുവയെക്കുറിച്ച് സൂചിപ്പിച്ച വാക്കിനകത്തൊരു അൺപാർലമെന്ററി ടേം ഉണ്ട്. ആ അൺപാർലമെന്ററി ടേം റിമൂവ് ചെയ്ത് നമുക്ക് തുടരാം, ചർച്ച തുടരാം. VP ശ്രീ പത്മനാഭൻ, അങ്ങോട്ട് കണക്ഷൻ ഓക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരാം. ഞാൻ രാജു പി നായരിലേക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യം BJP ആവർത്തിക്കുന്നത്, BJP കോൺഗ്രസിനെ ഭരണഘടന ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥ എന്നൊരു സിംഗിൾ പോയിന്റിലാണ്. പക്ഷേ അത് വരും ദിവസങ്ങളിൽ എത്രമാത്രം ഫലപ്രദമാകും എന്നതിന് നമ്മൾ കണ്ടറിയേണ്ടതാണ്. പക്ഷേ അത് ഓർമ്മിപ്പിക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ കഥകൾ പലപ്പോഴും കോൺഗ്രസിന് അസ്വസ്ഥമാവും. അത് ശരിയല്ലേ രാജു പി നായർ? അനുകുമാർ, കോൺഗ്രസിന് അസ്വസ്ഥതയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത നിലപാടിൽ ഉണ്ടായിരുന്ന പിശക് ഏറ്റുപറഞ്ഞ പാർട്ടിയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ അടിയന്തരാവസ്ഥ കാലം അനുഭവിച്ചിരുന്ന ആ തലമുറ വർഷങ്ങൾക്കുള്ളിൽ, എന്ന് വെച്ചാൽ 5 വർഷം പോലും എടുത്തില്ലല്ലോ, നമുക്കറിയാലോ, ഇന്ദിരാഗാന്ധിയെ തിരിച്ചുകൊണ്ടുവന്ന ചരിത്രമുണ്ട്. പിന്നെ ഈ കാലം അത്രയും BJP, CPM ഉൾപ്പെടെ പാർട്ടികൾ ഉപയോഗിച്ചത് മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരെയാണ്. ഇപ്പോ ഈ സമയത്തുള്ള BJPയുടെ ഈ നിലപാട്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ, അതിന് സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ രാജ്യത്ത് മുഴുവൻ മുൻ സർക്കാരുകളുടെ തെറ്റുകളെ ഓർമ്മിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിമർശിക്കുന്നതിനോ വേണ്ടി ഇത്തരത്തിലുള്ള ദിവസങ്ങൾ പ്രഖ്യാപിച്ചാൽ ഇന്ത്യ എന്ന രാഷ്ട്രം എവിടെ ചെന്ന് നിൽക്കും? ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് തെറ്റുകളിൽ നിന്ന് തെറ്റുകളെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഇതുകൂടി പറഞ്ഞു തീർക്കാം. അല്ല, ഇതുകൂടി ഞാൻ പറഞ്ഞു തീർക്കാം. ഇത് മറ്റൊന്നുമല്ല, ഇത്
കോൺഗ്രസ് മുന്നോട്ട് വെച്ച അജണ്ടയ്ക്ക് മേൽ അടിപതറിയവരുടെ മറികടക്കാനുള്ള ആത്മരതി മാത്രമാണ്. ശരി, ഇതൊരു VP ശ്രീപത്മനാഭൻ, ഇവർക്ക് മറുപടി പറഞ്ഞ് ഒരു മിനിറ്റ്. ആശ്വസിക്കാനുള്ള ഒരു ആത്മരതിക്കപ്പുറം ഒരു വാല്യൂവും ഇതിനില്ല. ശരി, അതെ, 2014 44, 2019 52, ഇപ്പം 99, മൂന്നും കൂടി കൂട്ടിയാൽ 195. ഞങ്ങൾക്ക് ഇപ്രാവശ്യം 241. ഞങ്ങൾക്ക് ഒരു തവണ ഏറ്റവും ഇപ്പം മോശമായ തവണ കിട്ടിയ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. 3 എണ്ണം കൂടി കൂട്ടിയാൽ ഇവരാണ് ഇനിയിപ്പോൾ BJP ഞെട്ടിക്കാൻ നടക്കുന്നത്. ആദ്യം ഒരു 100 സീറ്റ് വാങ്ങിയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഒരു 100 തേക്കി, 3 അക്കം തേക്കി. ഇന്ത്യ ഭരിക്കണമെങ്കിൽ 3 അക്കം സീറ്റ് വേണോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടന്നോട്ട് കോൺഗ്രസിന്റെ വിജയ ശതമാനം 26%. കുറെ ഘടകകക്ഷികളെ കൂട്ടുപിടിച്ചിട്ടുള്ള വിജയമാണ്. കോൺഗ്രസ് ഇന്നും ദുർബലമാണ്. ഘടകകക്ഷികളെ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞ ഇത്തിൽ കണ്ണിയാണ് കോൺഗ്രസ്. ഘടകകക്ഷികളുടെ പുറത്ത് കയറി നിന്നിട്ടാണ് ഈ ശക്തി മസിൽ പിടിപ്പിക്കുന്നത്. ഞങ്ങൾ നേരിട്ട് മത്സരം നടന്നു. ഗുജറാത്ത് 1 സീറ്റ്, മധ്യപ്രദേശ് 0, ഉത്തരാഖണ്ഡ് 0, ഹിമാചൽ പ്രദേശ് 0, ഛത്തീസ്ഗഡ് 1. ശരി, 13 സംസ്ഥാനത്തിൽ പക്ഷേ അപ്പോഴും ദക്ഷിണേന്ത്യൻ ഇതുവരെ കാണാത്ത ചില ശീലങ്ങളൊക്കെ കാണുന്നു. ഭരണഘടനയെ ഓർമ്മിപ്പിക്കാൻ പ്രത്യേക ദിനം വരുന്നു. അതൊക്കെ ഒരു പുതിയ തുടക്കം കൂടിയാണ്. താമര തൃശ്ശൂർ വിരിഞ്ഞു, വടക്കുന്നാഥന്റെ മണ്ണിൽ. ശരി, നന്ദി ശ്രീ അനന്ത് കൊച്ചുകുടി, നന്ദി ശ്രീ VP ശ്രീപത്മനാഭൻ, നന്ദി ശ്രീ രാജു P. നായർ ചർച്ചയിൽ ചേർന്നതിന്. രാഷ്ട്രീയ ആയുധങ്ങളായി ഇനി ദിനങ്ങളെയും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. Debate with Arun Kumar.